രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയാനും പ്രാർത്ഥിക്കാനും നമുക്കൊരു ദിവസം കൂടി ജീവിക്കാൻ ഇടയായതിന് ഈ മനോഹരമായ പ്രഭാതം വരെ ജീവൻ നിലനിർത്തിയതിനും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും നമ്മെ പ്രേരിപ്പിച്ച ആ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ആൻഡ് ഡ്രീം ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. നമ്മൾ രാവിലെ അരിയടപ്പിട്ടു. പിന്നെ നമ്മൾ നല്ലൊരു കടും ചായ കുടിച്ചതാണ്. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി പ്രകൃതിയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ വളരെ സന്തോഷം. നമ്മുടെ ചെമ്പരത്തിയിലേക്ക് ആണെങ്കിലോ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുകൊണ്ട് നിറയെ അവിടെ ഇവിടെയൊക്കെ ആയി അല്ലൊരു ചില്ലറ പൂക്കളൊക്കെ നിൽപ്പുണ്ട്. നിറച്ച് പൂ തുറഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. രാവിലെ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം അത് മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. സന്തോഷത്തോടും സമാധാനത്തോടും ചിന്തിക്കാൻ തന്നെ അത് പ്രാപ്തമാക്കുന്നതാണ്. നെഗറ്റീവായി ചിന്തിക്കുന്നത് അത് നമുക്ക് വല്ലാത്തൊരു എഫക്റ്റ് തന്നെയല്ലേ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നത് തന്നെ ദൈവാനുഗ്രഹം തന്നെയല്ലേ. എന്തായാലും നമ്മുടെ കോഴികൾക്കൊക്കെ നമ്മൾ ആഹാരം ഇട്ട് കൊടുത്തു. അവരൊക്കെ കൊത്തിപ്പറിക്കി കഴിക്കുന്നു. പിന്നെ കുറേ കാക്കകൾ വന്ന് കഴിക്കുന്നു. കോഴികളും നമ്മുടെ കോഴികളും നാട്ടുകാരുടെ കോഴികളും എല്ലാം കൂടി അടിയാണ് അവിടെ. എല്ലാം കൂടെ അവിടെ ഇവിടെ കൊത്തി നിന്നിട്ട് അങ്ങോട്ടും ഇവിടെയൊക്കെ പറയും. പിന്നീട് നമ്മളിവിടെ കുഞ്ഞിക്കിളി കിട്ടിയിരുന്നു. കുഞ്ഞിക്കിളിയാണെങ്കിലും ഇവിടെ ഉള്ളൊരു കള്ളപ്പൂച്ച വന്ന് എന്നെ പിടിച്ച് എൻ്റെ എൻ്റെ ചിരക്കൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല കടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിനെ ഇതെല്ലാം നമ്മൾ രക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് കൂട്ടിലൊക്കെ ഇട്ട് നേരത്തെ ഇത് ഫിഞ്ചസിനെ വാങ്ങിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കൂടായിരുന്നു. അതൊരു ഭാഗത്തിന് അതിനെ തന്നെ ഇടാൻ പറ്റി. എന്തായാലും അതിനെ ഇച്ചിരി ആ വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ ആഹാരമൊന്നും കഴിക്കില്ല. പപ്പായൊക്കെ ഇച്ചിരി കൊടുത്തു. പക്ഷേ കഴിക്കുന്നത് നമ്മുടെ തമ്മുമാണ്. തമ്മു പോലെ എത്തി നോക്കുന്നതാണ് കിളിയെ കിട്ടിയപ്പം നമ്മളതിനെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിക്കിളി ചത്തുപോയതിനെ അതിനെ ശുശ്രൂഷ ചെയ്തെങ്കിലും പക്ഷേ അത് ചത്തുപോയി. അതിൻ്റെ മാതാപിതാക്കൾക്ക് തന്നെ കൊടുക്കാൻ പറ്റിയില്ല. അവർ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമുക്കതിനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നീട് നമ്മളതിനെ കുഴിച്ചിട്ടു. എന്ത് ചെയ്യാം. പിന്നെ നമ്മൾ ബ്രിഞ്ചാൾ കറി ഉണ്ടാക്കിയതാണ്. വഴുതനക്കറി ഞാനിത് യൂട്യൂബിൽ നോക്കി എടുത്തതാണ്. അടിപൊളി. അതൊക്കെ ഒരു അടിപൊളി കറിയാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നത് ടേസ്റ്റി കറിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ അഗസ്റ്റ് മുരിങ്ങയുടെ പൂ കൊടുത്ത് മെഴുക്കുവരട്ടി കഴിക്കുന്നതാണ്. അഗസ്റ്റ് മുരിങ്ങയുടെ പൂവാണെങ്കിൽ നമുക്ക് വായിക്കകത്തുണ്ടാകുന്ന ഈ ചുമന്ന് പോലെയൊക്കെ വരുന്ന വെള്ള പോലെയൊക്കെയുള്ള പൊട്ടൽ പോലൊക്കെ സാധനങ്ങളുണ്ടാകത്തില്ലേ, അതിനൊക്കെ ഉപയോഗിച്ചാൽ വളരെ മെഡിസിനൽ മുരിങ്ങയാണ് ഈ അഗസ്റ്റ് മുരിങ്ങ. പിന്നീട് നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന കുറച്ച് റോസാപ്പൂക്കളാണത്. റോസാച്ചെടിയിൽ പൂത്ത് നിൽക്കുന്ന പൂക്കളായിരുന്നു. അടിപൊളിയാണ്. കുറച്ചൊക്കെ അയ്യോ കരയല്ലേ കുഞ്ഞു വാവ കരയല്ലേ അമ്മയുടെ അമ്മ. ഞാനിത് റെക്കോർഡ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞു വാവ കരയുന്നത് തന്നെ. പിന്നെ അവരുടെ കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതാണെങ്കിൽ കുറച്ച് മീനുകളെ നമുക്ക് വയലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തോട്ടിലുള്ള മീനുകളാണ്. പിന്നെ തോട്ടുമീനുകളാണ്. തോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന വയലിലെ മീനുകൾ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഉണ്ടാക്കാം. വളരെ നല്ലതാണ്. നമ്മളിവിടെ അടുത്തുള്ള ചേട്ടന്മാർ നമുക്ക് കുറച്ച് മീൻ തന്നതാണ്. എന്നിട്ട് ഇത് കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്തു. ബാക്കി പിന്നെ ഞണ്ടുണ്ടായിരുന്നു. ഞണ്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, റോസ്റ്റ് ചെയ്തു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളി ടേസ്റ്റ്. പിന്നെ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി. പിന്നീട് നമ്മൾ ഇതിന് ചേർത്ത മസാല ഐറ്റംസ് ആയത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ടു. പിന്നെ നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് മീനെ കൂട്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർത്തു. ഇതിലാണ് ചേർത്ത് നന്നായി വരട്ടി അടച്ച് നന്നായിട്ടൊരു വാഴയില വെച്ച് ഉപയോഗിച്ചു നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്തത് നമ്മുടെ കൊഞ്ചല്ല ഞണ്ടിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിലുള്ള തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് വഴറ്റിയെടുത്ത് അതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടുന്ന സാധനങ്ങളും വിനോദങ്ങൾ പലത്ത് വെച്ചിട്ടൊക്കെ എടുത്ത് എനിക്കറിയാവുന്ന രീതിയിലുള്ള റോസ്റ്റിങ്ങാണ് ഞാൻ ചെയ്തത്. പ്രൊഫഷണൽ പാചകക്കാർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നമ്മുടെ വീട്ടിൽ ഓൺലൈൻ അനുസരിച്ച് ഞാനത് ചെയ്തത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. സൂപ്പറായിരുന്നു. നമുക്കിത് പിന്നീട് നമ്മൾ ഇതെല്ലാം കൂടി ചോറൊന്നും കഴിക്കും. ഒരു പിടിച്ചോറല്ല, ഒരു പാന ചോറ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ കഴിച്ചു. ഒരുപാട് ചോറൊന്നും കഴിച്ചില്ല. ചോറ് മാത്രമേ കഴിച്ചിട്ട് ഒരു രസത്തിന് വേണ്ടി പറഞ്ഞു. നമ്മൾ കുറച്ച് മോര് കറി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുട്ടിയാണ് നമ്മൾ ചോറ് കഴിച്ചത്. മോര് കറി നിങ്ങൾക്ക് ഇഷ്ടമാണോ? തേങ്ങ അരച്ച മോര് കറിയാണോ? തേങ്ങ അരക്കാത്ത മോര് കറിയാണോ? അതാണ് ഏതാണ് കമൻസ്. എനിക്കിഷ്ടം മോര് കറി വെക്കുന്നതിന് തേങ്ങ അരച്ച
ചൂട് തേങ്ങ അരയ്ക്കാത്തത് എങ്ങനെയായാലും വേണ്ടില്ല എനിക്ക് പ്രാണനാണ് ഇഷ്ടം. പിന്നീട് നമ്മുടെ അടുക്കളയിൽ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നിറയെ മുറ്റം നിറയെ കരിയിലകളാൽ നിറഞ്ഞു മൊത്തം അടിച്ച് നിരത്തി മൊത്തം വാരി പിന്നെ അവിടുത്തെ വൃത്തിയാക്കിയതിന് ശേഷമാണ് അത് സമാധാനം വരുന്നത്. ഒരാഴ്ചക്കാലം മുറ്റം തുപ്പായിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ കരിയിലകൾ മൊത്തം പൊഴിഞ്ഞു വീണതിന് ശേഷം മാത്രമേ നമുക്ക് മുറ്റം തുപ്പാൽ എന്തെന്ന് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ എന്തായിരിക്കും സ്ഥിതി, അതിനെക്കുറിച്ച് വല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും. ആ ആലോചന അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ജോലിയിലേക്ക് നമ്മൾ തന്നെ കുറച്ച് വെള്ളം തണുത്ത വെള്ളമാണ് നമ്മുടെ കിണറ്റിലുള്ളത്. ആ വെള്ളം കുറച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഒരു ആശ്വാസം, നല്ല തണുപ്പ് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അങ്ങനെ ആ ഒരു വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ചെടി നമ്മൾ കുറിച്ച് ചെടികൾ എന്നിട്ട് നമ്മൾ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. പിന്നെ ഇതേ നമ്മുടെ സുന്ദരിമുല്ല, സുന്ദരിമുല്ലാണ് പറയുന്നത്, നിത്യകല്യാണിയോ അങ്ങനെ എന്തോ പേര് അതിന് പറയുന്നത്. ആ മുല്ല നിറച്ച് കുത്തിട്ട് കുറച്ച് രണ്ട് തണ്ട് മുകളിൽ പിടിച്ചിട്ട് നല്ലൊരു മണമുണ്ട്, നല്ല രസമാണ്. ഇത് മരത്തിൽ നിന്ന് പടർന്ന് വന്നിരിച്ച് കുറിഞ്ഞ് വാരി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. വയലറ്റ് കളറിൻ്റെ ചെടിയാണ്. വൈകുന്നേരം കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ സ്വന്തം അപ്പുറത്ത് തൊട്ടടുത്താണ്, നല്ല രസമാണ്. വളരെ വാഴ പിടിച്ച് കിടക്കുകയാണ്. ആ കാട്ടിനൊക്കെ തലങ്ങൾ കയറി നടന്ന് കുറച്ച് ദൂരം നമുക്ക് അതൊക്കെ നമ്മളിങ്ങനെ കളിച്ച് ഇതിനകത്തൂടെ കാട്ടിനൊക്കെ കയറിയിടണം. പക്ഷേ ചെറിയ പാമ്പ് വരുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. അത് നമ്മൾ ചെടികളിരിക്കുന്നു. പിന്നെ അവിടെ കുറേ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇത് നമ്മൾ അവിടെ കുറേ എന്താ പറയുന്നത് നമ്മുടെ പോസ്റ്റ് പോലുള്ള ചെടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ചെറിയ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായ ഒരു സ്ഥലമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് വേസ്റ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അത് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കല്ലാൻ കിടക്കുന്നത് ഫ്രണ്ട്സ്, നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണമായ സംതൃപ്തിയാണ് നമ്മൾ ഓരോ നിമിഷവും സന്തോഷവാന്മാരാക്കുന്നത്. നാം എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു സംതൃപ്തി ഉണ്ടാകുന്നത്, അത് കണ്ടെത്താനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമുക്ക് പലപ്പോഴും അവസരങ്ങളൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ അവസരങ്ങൾ തേടി കണ്ടുപിടിച്ചിട്ട് ഉള്ള സന്തോഷം ഉള്ള സമയത്ത് ഉള്ളതുപോലെ അടിപിടിച്ച് ജീവിക്കാൻ നമ്മൾ ഇടയായി കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവിനെയും മാറ്റിയെടുത്ത് നമുക്ക് പൂർണ്ണ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഓരോ നിമിഷവും നമുക്ക് ആത്മസംതൃപ്തിയോട് കൂടി കാര്യങ്ങൾ നാം എന്ത് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കണം. കാരണം നമുക്ക് വായിക്കുമ്പോഴാണോ, നമ്മൾ എഴുതുമ്പോഴാണോ, നമുക്ക് പാട്ട് പാടുമ്പോഴാണോ, പാട്ട് കേൾക്കുമ്പോഴാണോ, അത് ഇതെല്ലാം കൂടി മിക്സിങ് ആക്കി കുറേ ഒരു ദിവസത്തിൽ പല നേരങ്ങളിലായി പലപ്പോഴായി നാം പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ, ഇതൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇത് മാത്രം പോരല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് ഏണിങ്ങും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ലൈഫിലും ഒരു സക്സസ് ആവണമെങ്കിൽ നമുക്ക് ക്യാഷ് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്തേ മതിയാവും. വെറുതെ വീട്ടിൽ നിന്ന് സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കണം, ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. എല്ലാം നല്ലതുപോലെ ആയിത്തീരാൻ നാം വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം. പിന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് കടുംചായയൊക്കെ ഇട്ട് കുടിച്ചു, ഇന്നൊരു പാപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലൂടെ ഉണ്ട്. എങ്കിലും അതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പും മുന്നോട്ട് ഓരോ പടവുകൾ വെട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതായിരിക്കണം നമ്മുടെ ജീവിത വിജയം. മറ്റാർക്കും നമ്മെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം.
ആരുടെയും കുറവുകളും കുറ്റങ്ങളും ഒന്നും കണ്ടെത്താതെ ലൈഫിൽ എത്രത്തോളം സക്സസ് ആയി തീരുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ, നമുക്ക് തന്നെ ഒരു പ്രയോജനമായി നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ലൈഫായി തീരാൻ നമ്മുടെ സാധിക്കുമെങ്കിൽ എത്രമാത്രം സന്തോഷകരമായ ഒരു ചുറ്റുപാടായിരിക്കും നമ്മുടേത്. അങ്ങനെ മാത്രം ആയിത്തീർക്കുമെന്നാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം. നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു നിറഞ്ഞ ഒരു മനസ്സിനോട്